ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് ഞാൻ രുചി എക്സ്പ്രസ്സിലൂടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടമായിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലെങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ആ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയുടെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ നമുക്ക് കോൺഫ്ലവർ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരി, അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സോയാ സോസ്, പിന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മൾ കൊണ്ടാട്ടമുളകില്ലേ, നമ്മൾ വറുത്ത് കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇത്. ക്രഷ് ചെയ്തിട്ട് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, അപ്പോൾ ഞാനിതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ ആവണ്ട, ഒരു ടീസ്പൂണോളം മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടാട്ടമുളകിൽ നല്ല ഉപ്പുണ്ടാവും, അതുപോലെ തന്നെ സോയാ സോസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടെ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് ഉണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കന് കറക്റ്റായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചിക്കനിലെ എല്ലാ സൈഡിലാവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ മാക്സിമം നമുക്ക് എത്ര ടൈം എടുക്കാം അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പീസും അല്ല, എന്നാൽ ചെറുതും അല്ല, ഒരു മീഡിയം സൈസിലുള്ള പീസാണ് കേട്ടോ. ബ്രസ്റ്റ് പീസ് മാത്രമല്ല, ഞാൻ എല്ലാ ടൈപ്പ് പീസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല സോഫ്റ്റായിട്ടും കിട്ടും. പിന്നെ മാത്രമല്ല, നമുക്ക് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരുള്ളൂ. ഇനി ബാക്ക് സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സവാളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുന്നുണ്ട്. ബാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ ഓയിൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ സവാള ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ നമുക്കൊരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 8-9 പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചും മാത്രമല്ല നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂണ് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കൊണ്ടാട്ടമുളകാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫ്ലെയിം ലോയിലായിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വറ്റൽമുളക് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊണ്ടാട്ട ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പൈസിയും അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച്
അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു അര ടീസ്പൂണ് സോയാ സോസ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സോയാ സോസിലും അതുപോലെ തന്നെ കൊണ്ടാട്ട മുളകിലൊക്കെ ഉപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിൽ കിടന്നാൽ മതി കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൂട്ടി വെക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കൊണ്ടാട്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.